മലയാളികളുടെ സ്വന്തം സഞ്ജു സാംസൺ തൻ്റെ IPL കരിയറിൽ മറ്റൊരു നായിക കല്ലുകൂടി താണ്ടിയിരിക്കുകയാണ്. തൻ്റെ IPL ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സഞ്ജു സാംസൺ ഈ റെക്കോർഡ് നേട്ടം കൈവരിക്കുന്നത്. തൻ്റെ കരിയറിലെ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന സീസണായി മാറിയിരിക്കുകയാണ് സഞ്ജു സാംസണിന് IPL 2024 സീസൺ. തൻ്റെ കരിയറിൽ ആദ്യമായിട്ട് സഞ്ജു സാംസൺ 500-ന് മുകളിൽ റൺസ് അടിച്ചു കൂട്ടിയിരിക്കുകയാണ്. രാജസ്ഥാന്റെ കപ്പിത്താനായ സഞ്ജു ഇതിനോടകം ടീമിനെ പ്ലേ ഓഫിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. സഞ്ജുവിന്റെ IPL-ലെ 12ാം സീസണാണ് ഇത്. കഴിഞ്ഞ മത്സരത്തിൽ പഞ്ചാബിനെതിരെ 15 ബോളിൽ 18 റൺസ് നേടി തിളങ്ങാനായില്ലെങ്കിലും സീസണിലെ 13ാം ഇന്നിംഗ്സിലൂടെ സഞ്ജുവിന് 504 റൺസ് നേടാൻ സാധിച്ചു. 56 ആവറേജിലും 156 സ്ട്രൈക്ക് റേറ്റിലുമാണ് സഞ്ജുവിന്റെ ഈ പ്രകടനം. ഇതിൽ 5 50-കളും 23 സിക്സുകളും 47 ബൗണ്ടറികളും ഉൾപ്പെടുന്നു. 86 സീസണിലെ താരത്തിന്റെ ഉയർന്ന സ്കോർ. ഓറഞ്ച് ക്യാപ്പിനുള്ള പോരാട്ടത്തിൽ പട്ടികയിൽ 6ാമതുമാണ് സഞ്ജു. ഇതിനു മുമ്പ് ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുത്തത് 2021-ലായിരുന്നു. അന്ന് 14 മത്സരങ്ങളിൽ നിന്ന് 484 റൺസാണ് അടിച്ചെടുത്തത്. റൺവേട്ടക്കാരിൽ 6ാം സ്ഥാനത്തുണ്ടായിരുന്നു താരം. 2022-ൽ രാജസ്ഥാൻ ഫൈനലിലെത്തിയ സീസണിലും സഞ്ജു ഗംഭീര പ്രകടനം പുറത്തെടുത്തു. അന്ന് 9ാം സ്ഥാനത്തായിരുന്നു സഞ്ജു. 17 മത്സരങ്ങളിൽ നിന്ന് 458 റൺസാണ് നേടിയിരുന്നത്. എന്നാൽ തന്റെ IPL കരിയറിൽ അതിനു മുമ്പ് 400 കടന്നത് 2018-ൽ മാത്രമാണ്. അന്ന് 15 മത്സരങ്ങളിൽ നിന്ന് നേടിയത് 441 റൺസ്. 2017-ൽ ഡൽഹി ക്യാപിറ്റൽസിനായി കളിക്കുമ്പോൾ 14 മത്സരങ്ങളിൽ നിന്ന് 386 റൺസ് നേടിയതാണ് മറ്റൊരു മികച്ച പ്രകടനം. ഇനി സഞ്ജുവിന്റെ IPL കരിയറിലെ മൊത്തം പ്രകടനം എടുത്തു നോക്കിയാൽ 165 മത്സരങ്ങളിൽ നിന്ന് 4392 റൺസ് താരം കണ്ടെത്തി. ഇതിൽ 3 സെഞ്ചുറികളും 25 അർദ്ധശതകങ്ങളും ഉൾപ്പെടും. 119 താരത്തിന്റെ ഉയർന്ന സ്കോർ. അതുപോലെ 205 സിക്സുകളും 351 ഫോറുകളും താരം അടിച്ചുകൂട്ടിയിട്ടുണ്ട്. ബാറ്റിംഗ് ആവറേജ് 30-ഉം സ്ട്രൈക്ക് റേറ്റ് 139-ഉമാണ്. 2013-ലായിരുന്നു സഞ്ജുവിന്റെ IPL അരങ്ങേറ്റം. അന്ന് രാജസ്ഥാന് വേണ്ടി നേടിയത് 11 മത്സരങ്ങളിൽ നിന്ന് 206 റൺസ് ആയിരുന്നു. അവിടെ നിന്ന് സഞ്ജുവിന്റെ IPL ഗ്രാഫ് മുകളിലോട്ട് ഉയരുന്നതാണ് കണ്ടത്. ഇപ്പോൾ തന്റെ 12ാം സീസൺ 2024-ൽ എത്തി നിൽക്കുമ്പോൾ രാജസ്ഥാൻ റോയൽസിന്റെ കപ്പിത്താനാണ് സഞ്ജു. അവർക്ക് വേണ്ടി ഒരു കിരീടം കൂടി നേടിക്കൊടുക്കാൻ അവർ നിയോഗിച്ച അവരുടെ നായകൻ. ആ നായകന്റെ കീഴിൽ അവർ പ്ലേ ഓഫിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി അറിയേണ്ടത് ഇത്തവണത്തെ കിരീടം സ്വന്തമാക്കാൻ അവർക്ക് സാധിക്കുമോ എന്ന കാര്യം മാത്രം.